നമസ്കാരം, ദിയ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ ഇൻഡോർ ഫിൽട്ടർ എങ്ങനെ സർവീസ് ചെയ്യാമെന്നതിനെ പറ്റിയായിരുന്നു. ഈ തവണത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ യൂണിറ്റിന്റെ LG ഡ്യുവൽ ഇൻവേർട്ടർ ACയുടെ ഔട്ട്ഡോർ യൂണിറ്റ് എങ്ങനെ സർവീസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ പഴയ ആൾക്കാർ പറയത്തില്ലാത്ത ഒരു കാര്യമാണ് ഔട്ട്ഡോർ യൂണിറ്റ് സർവീസിങ്ങിനെ പറ്റി. കാരണം കൂടുതൽ ആൾക്കാർ കൂളിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഡോർ മാത്രമേ സർവീസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഔട്ട്ഡോറും കൂടി സർവീസ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഔട്ട്ഡോർ ഫിൻസ് ഡസ്റ്റ് കയറിയിട്ട് ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കണ്ടൻസേഷൻ ഹൈ ആവുകയും കംപ്രസർ ഓവർലോഡ് ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഔട്ട്ഡോർ യൂണിറ്റ് സർവീസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പോകാം. LG ഡ്യുവൽ ഇൻവേർട്ടർ ACയുടെ ഔട്ട്ഡോർ യൂണിറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. ആദ്യം അതിൻ്റെ ടോപ്പ് സൈഡ് സ്ക്രൂവിലായിരിക്കണം. അതിൻ്റെ താഴത്തെ സ്ക്രൂ എല്ലാം ഈ സൈഡിലേക്ക് സ്ക്രൂ വെച്ച ശേഷം അങ്ങേ സൈഡിലെ സ്ക്രൂവാണ് നമ്മൾ ഇളക്കാൻ പോകുന്നത്. ഫ്രണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബാക്ക് സൈഡിൽ സ്ക്രൂ ഉണ്ട് ഫാനിൻ്റെ, അതും കൂടെ അടിച്ച ശേഷം മാത്രമേ ഇത് റിമൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ബാക്ക് സൈഡിലെ സ്ക്രൂ മൊത്തം അടിച്ച ശേഷം ഈ കവർ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ കണ്ടൻസറിൽ ഡസ്റ്റ് നല്ലപോലെ ഒരുവിധം ഡസ്റ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് സ്ക്രൂ അപ്പം നമ്മൾ ഫ്രണ്ട് കവർ എടുത്ത് മാറ്റിയാണ്. ഇപ്പോൾ അത് വാഷ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് കണ്ടൻസർ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് കണ്ടില്ലേ, ഒരുവിധം ഡസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കൂളിംഗ് ബോയിലേക്ക് നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. വാട്ടർ ഒഴിച്ച് കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന ഡസ്റ്റ് എല്ലാം താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ, താഴേക്ക് വരുന്ന ഡസ്റ്റ് ഇപ്പോൾ കോയിലുള്ള ഡസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്യുമ്പോൾ ഫുള്ള് ഡസ്റ്റ് താഴെ വരും. ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ബെഡ്ഷീറ്റ് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം അവിടുത്തെ ട്രേ, അതായത് ബേസ്, അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിലേക്ക് നല്ല ഡസ്റ്റ് അടിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളർ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൊറോഷൻ ഉണ്ടാകാതെ. ഇപ്പോൾ ഈ ടോപ്പ് സൈഡ് കാണുന്നതാണ് PCB ബോർഡ്, അതിലേക്ക് വെള്ളം വീഴണം. പിന്നെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ അത് DC ആണ്. അപ്പോൾ ഞാൻ നല്ല കെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് വെള്ളം, കണ്ടൻസറിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഫാനിലേക്ക് വെള്ളം വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്നിക്കലായിട്ട് അറിവുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാരെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഔട്ട്ഡോർ യൂണിറ്റിൽ ഡസ്റ്റ് വന്നു കൂടാൻ ചാൻസ് കൂടുതലാണ്. കണ്ടൻസർ സൈഡിൽ നല്ലപോലെ ഡസ്റ്റ് വന്നു ചേർന്നിട്ടുണ്ട്. കണ്ടൻസറിൻ്റെ ബാക്ക് സൈഡ് ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുമായിരിക്കും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ കാണുമ്പോൾ അറിയാം നല്ലപോലെ ഡസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ബാക്ക് സൈഡ് ഭാഗം നല്ലപോലെ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യുക. ഇത് ടെറസ് സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കപ്പ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഹോസ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോറിൻ്റെ PCB ഉള്ളതിനാൽ വെള്ളം വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ ഫാൻ മോട്ടർ DC ആണ്, അതിലേക്കും വെള്ളം വീഴാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സൈഡ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കോവിലൊക്കെ നല്ല പക്ക ക്ലീൻ ആയിട്ടുണ്ട്. ഈ സൈഡ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കണ്ടൻസർ ക്ലീൻ ആകുകയുള്ളൂ. കണ്ടൻസറിലുള്ള കോയിൽ ക്ലീൻ ആകുകയുള്ളൂ. നല്ലപോലെ ഒഴിച്ച ശേഷം നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് വശം നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ട്രേ ഉണ്ടല്ലോ, ഈ ട്രേയുടെ ഭാഗം നമ്മൾ ആദ്യം ഫാൻ മോട്ടർ ചെയ്യാൻ പോകുന്നത്. ഫാൻ മോട്ടറിൻ്റെ ബ്ലേഡാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കെയർ ആയിട്ടാണ് ഫാൻ മോട്ടറിൻ്റെ ബ്ലേഡ് ചെയ്യുന്നത്. അതിലേക്ക് വെള്ളം വീഴാതെ വേണം സൂക്ഷിക്കാൻ. ഫ്രണ്ട് വശം ചെയ്ത് ട്രേ നല്ലപോലെ ക്ലീൻ ആക്കണം. ട്രേയിൽ അഴുക്കൊന്നുമില്ലാതെ നല്ല ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പക്ക ക്ലീൻ ആയിരിക്കും. അപ്പോൾ കൊറോഷനൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രേ നമ്മൾ ക്ലീൻ ചെയ്ത് കാണാൻ നല്ല പക്ക ക്ലീൻ ആയിരിക്കും. നല്ല കോട്ടൺ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല പുതിയ പോലെ ഇരിക്കും ഔട്ട്ഡോറിൻ്റെ ബേസ്. അപ്പോൾ
അത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. ടോപ്പ് സൈഡിൽ ബോർഡുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും വീഴാതിരിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട് ഗ്രില്ലാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. ഗ്രില്ല് നല്ലപോലെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രഷ് വെച്ച് ക്ലീൻ ശേഷം ഇതിൻ്റെ ടോപ്പ് സൈഡ് നമുക്ക് ഫിറ്റ് ചെയ്ത ശേഷം മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം ഗ്രില്ലിലെ ഡസ്റ്റ് എല്ലാം നമ്മൾ ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശം ഏകദേശം അകം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ടോപ്പ് സൈഡ് ക്ലീൻ ചെയ്യാം. ബ്രഷിട്ട് അവിടെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല പക്ക ക്ലീനായിട്ട് വരും. അതുകൊണ്ടാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ടോപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത ശേഷം ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. അപ്പം കണ്ടൻസറിലേക്ക് വെള്ളം വീഴുകയും ചെയ്യും. അതിനകത്ത് ഡസ്റ്റ് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ടോപ്പ് സൈഡ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിറ്റിൻ്റെ വൃത്തി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് സൈഡ് നല്ല ബ്രഷിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് ഡസ്റ്റ് എല്ലാം പോകുന്നതായിരിക്കും. ഇപ്പോൾ ടോപ്പ് സൈഡ് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം യൂണിറ്റ് പുതിയ യൂണിറ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് വലിയ പഴക്കമില്ല യൂണിറ്റിന്, എങ്കിലും ഡസ്റ്റ് എല്ലാം വീണ് പഴയ യൂണിറ്റ് പോലെ ആയിരുന്നു. അത് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് പക്ക ആയിട്ടുണ്ട്. ഇപ്പം സൈഡ് സ്ക്രൂവെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.